ഫ്രണ്ട്സ്, അപ്പോൾ MFJJ ലിറ്റിൽ സ്റ്റാർസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ റംബൂട്ടാൻ മരം, പിന്നെ ഇവിടെ എൻ്റെ കാറ് കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് അമ്മയും ഞാനും കൂടെ ചെയ്തെടുത്ത കുറച്ച് ഗാർഡൻ ഉണ്ട് ഗൈസ്. പിന്നെ ഈ ചെയറാണ് നമ്മൾ ഇവിടെ മുറ്റത്ത് രാത്രി ഇരുന്ന് നമ്മൾ രാത്രി ഇരുന്ന് ചായയൊക്കെ കുടിക്കും, പിന്നെ സംസാരിക്കാറുണ്ട്. ഇതാണ് എൻ്റെ തെങ്ങ്. ഇതാണ് ഞാൻ പണ്ട് നട്ടിരുന്ന ഒരു മാവ്. കുഞ്ഞിലെ ഞാൻ നട്ടതാണ് കേട്ടോ, ഇത്ര ആയതേ ഉള്ളൂ. ഇതാണ് ഗൈസ് പൂച്ചപ്പഴം. ഇത് തിന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഇത് നമ്മൾ ഇത് ഞങ്ങൾക്ക് പൂച്ചപ്പഴമാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഒരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പം ആ ചേച്ചി പറഞ്ഞു, ഒരു പ്രാവശ്യം പോലും ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഭാഗ്യവതിയല്ല, കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശംഖുമുഖത്ത് പോയപ്പോൾ അവിടെ ഒരു സംഭവം ഇതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ പഴുത്തത് കുറേ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പറിച്ചു. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ ദേ റോഡിൽ കിടന്ന സംഭവമാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കണത്. നല്ല വാടി കരിഞ്ഞാണ് നിന്നതല്ലേ, വാടിയായിട്ടാണ് വാടിപ്പോയത് കണക്കാണ് നിന്നത് ഗൈസ്. ഇപ്പം നല്ല പുഷ്ടിച്ചു. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ സൈക്കിളാണ്. ഇതാണ് എൻ്റെ ജൂലി. ഇതാണ് ഞങ്ങളുടെ ഷോർട്ട് കേസ്. ഇവിടെ ഇരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ സെറ്റിലിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ TV. ഇത് FM റേഡിയോ. ഇല്ലാതായിട്ട് കുറേ ദിവസമായി. ഇതാണ് എൻ്റെ ബാഗ്. ഇതാണ് എൻ്റെ അനിയത്തിയുടെ ബാഗ്. നമ്മൾ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ആലോചിച്ചത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിള്. പിന്നെ ഇത് രണ്ടാമത്തെ ഷോർട്ട് കേസ്. ചേച്ചിയുടെ ആർട്ട് വർക്ക് നമ്മളെ കാണിച്ചു തരാം. എൻ്റെ ആർട്ട് വർക്ക്സ് കണ്ടോ, ദിസ് ഈസ് മൈ ആർട്ട് വർക്ക്. ഇത് രസമല്ലേ, ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി ഗൈസ്. ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഇതിന് പൊക്കം കൂടുതൽ, ഇതിന് പൊക്കം കുറവാണ്. ഇത് നമുക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് തന്ന സംഭവങ്ങളാണ്. ഇതും ഗിഫ്റ്റ് കിട്ടിയ പൂവാണ്. ചേച്ചി ഒരു മാൻ വരച്ചിട്ടുണ്ട് ഞാൻ. നല്ല രസമുണ്ടാണ് ഗൈസ്. ഇതാണ് എൻ്റെ അമ്മയുടെ റൂം. അമ്മയും പപ്പയും കിടക്കുന്ന റൂമാണ്. അത് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് അമ്മയുടെയും പപ്പയും കിടക്കുന്ന റൂം. നിങ്ങൾ വിചാരിക്കും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോന്നാണെന്ന്. ഇന്ന് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല. 1-2 ആഴ്ചയായിരിക്കും, ഇല്ലെങ്കിൽ 1 മാസമായിരിക്കാം. അപ്പം നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി റൂം. ഇതാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലം. ഇവിടെ ബുക്ക് കടുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അരിയത്ത് ഇതാ ഒരിടത്ത് ഇരിക്കുകയാണ്. ഇതലമാര, ഇവിടെ ഒരു തയ്യൽ മെഷീൻ. ഇതാണ് നമ്മുടെ സ്റ്റഡി റൂം. ഇനി അടുത്ത് ഞങ്ങളുടെ റൂം കാണാം. അതിന് മുമ്പ് ഇത് ഞാൻ ചെയ്തൊരു ഹാൻഡ് വർക്കാണ്. ഇതാണ് എൻ്റെയും എൻ്റെ അനിയത്തിയുടെ റൂം. നമ്മൾ റെഡിയാവുന്ന സംഭവം കണ്ണാടി. പിന്നെ ഇത് നമ്മളെ അലമാര, ജനാല, നമ്മൾ കിടക്കുന്ന മെത്തയും കട്ടിലും. പിന്നെ ടോയ്ലറ്റിൻ്റെ ഡോർ കണ്ടോ, ചുറ്റഡോറ. ഇതാണ് നമ്മുടെ ബാത്റൂം. പിന്നെ ഇവിടെ ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ വച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു ക്ലോക്ക്, കലണ്ടർ. ഇവിടെയും സ്റ്റിക്കേഴ്സും ദൈവത്തിൻ്റെ ഇതൊക്കെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കള കാണാം. ഇതാണ് റാക്ക്, ജനാല. നമ്മൾ ഇവിടെ പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. ദൈവം, മാതാവ്. ഇതാണ് നമ്മളുടെ കിച്ചൺ. ഇതാണ് പാത്രമൊക്കെ വയ്ക്കുന്ന സംഭവം. ഇതാണ് ചോറ് വയ്ക്കുന്ന
നമ്മളെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബൈ ബൈ, ടാറ്റ, സി യു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വെറുതെ പോവല്ല കേട്ടോ, കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണേ, മറക്കരുതേ. ഓക്കെ, ബൈ ബൈ, ടാറ്റ.